നിർത്തും. ഇവിടെ എന്തിനാ നിർത്തുന്നത്? ഞാൻ കോളേജിന് മുന്നിൽ വിട്ടുതരാം. വേണ്ട. അതെന്താ പതിവില്ലാതെ ഇങ്ങനെ? ഏയ് ഒന്നുമില്ല. ഓ, ഞാൻ ടാക്സി തിരിച്ചു കൊണ്ടെടുക്കാൻ താമസിക്കുന്നുള്ള വിഷമം കൊണ്ടായിരിക്കും. അതെ. ശ്രീനേട്ടൻ എന്താ ഇവിടെ നിൽക്കുന്നത്? ഇതേ കാണാനാ ഞാനിവിടെ വന്നത്. ശ്രീനേട്ടനെ കണ്ടതുകൊണ്ടാ ഞാനും ഇവിടെ ഇറങ്ങിയത്. ആ, നമുക്കിത് അങ്ങോട്ട് പോവാം. അയ്യോ വേണ്ട. വരൂ ചേട്ടാ. വരുന്നേ. വരൂ ശ്രീനേട്ടാ. നമ്മൾ രണ്ടുപേരും എപ്പോഴും ഇങ്ങനെ ഒന്നിച്ചു നടക്കുന്നത് ആരെങ്കിലും കണ്ടാൽ നമ്മൾ ലവേഴ്സ് ആണെന്ന് കരുതും. ഈ ശ്രീനേട്ടൻ ഇത്ര പേടിത്തൊണ്ടനായി പോയല്ലോ. അതല്ല ഗീതേ, കോളേജിൽ എല്ലാവരുടെ മുമ്പിലും ഞാൻ നല്ലവനായിട്ട് ജീവിച്ചിട്ടുള്ളൂ. നല്ലവനായാൽ പോരാ, ആണുങ്ങളായാൽ നട്ടല് കൂടി വേണം. എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് ശ്രീനേട്ടൻ ചീത്തയായി പോയെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ. പ്രിൻസിപ്പൽ വിളിച്ച് ചോദിച്ചാലോ? നമ്മൾ മാരേജ് ചെയ്യാൻ പോവാണെന്ന് പറയണം. വരും. ഒരു പപ്പിങ്ങ ഇവൻ ആള് കൊള്ളാവല്ലോ. ഗുരുവായൂരപ്പാ, വിശ്വപ്രേമം. ജോണി, ആരുടെയും മുഖത്ത് നോക്കാത്ത പെൺകുട്ടി ഈ മപ്പന്റെ വലയിലാണല്ലോ വീണിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ടങ്ങ് ചെന്നാലോ? ശരിയാ, പ്രേമം ഇപ്പൊ പൊട്ടിച്ച് കൈ കൊടുക്കാം. നമ്മൾ എന്തിനാണ് സ്വർഗത്തിലെ കട്ടുറുമ്പോൾ ആകുന്നത്? നീ മിണ്ടായിരടാ സാറേ. ശ്രീനി DSPയുടെ മോനായതുകൊണ്ടായിരിക്കും ഗീത അവനെ വളയുന്നത്. വളഞ്ഞോട്ടടാ, നീ വിചാരിച്ചാൽ വീഴാത്ത ഏതെങ്കിലും പെൺകുട്ടി ഈ കോളേജിലുണ്ടോ? വരട്ടെ. അയ്യോ, ക്ലാസ്സിന് ടൈമായി. ഞാൻ ഫീസ് കൊടുത്തിട്ടില്ല. എന്നെ ക്ലാസ്സിൽ കേട്ടുമോ എന്തോ? ഫീസ് ഞാൻ തരാം. സാമി സേർട്ട് മേടിക്കണം. ജോണി, ഈ മഹാബ്രാഹ്മണനെ കൊണ്ട് പുക വലിപ്പിക്കരുത്. നിങ്ങൾക്ക് ബ്രഹ്മഹത്യ പാപം കിട്ടും. എന്നാ നീ കൊടുക്കണ്ട. ഓ, വലിക്കാം. എന്നാ പിടിച്ചോ. വലിയടാ വലിയടാ. കേരളത്തിൽ എന്താടാ? കരുണാനിധി സാറിന്റെ പാർട്ടി ജയിക്കുമോ? ആര് ജയിച്ചാൽ എന്താ ചേട്ടാ? കേന്ദ്ര ഭരണം നമുക്ക് നല്ലത്. ഇന്നലെ വോട്ട് അല്പം കുറവായിരുന്നു. നേരം വെളുക്കാറായപ്പോൾ ഒരു പാർട്ടി വന്നു വീണത്. വിജയ, ആ മാർക്ക് കൊണ്ട് പണിയും തീർക്കണം. ടൂൾസ് എല്ലാം എടുത്തേക്ക്. ടൂൾസ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടേ 2 മണിക്കൂറായി. ആണോ? ഇപ്പൊ തുടങ്ങാം. ഉച്ചയ്ക്ക് മുമ്പ് തീർക്കാം. നമ്മുടെ ടാക്സിയുടെ ക്ലച്ചിന് എന്തോ തകരാറുണ്ട്. അത് നേരെയാക്കണം. എങ്കിലേ വൈകുന്നേരം ഓടാൻ പറ്റൂ. ഓട്ടം കുറെ ജാസ്തി ആവണ്ട. ഇല്ല ചേട്ടാ, ഇന്നലെ കുറവായിരുന്നു. അതല്ലേ കാശ് കുറവായത്. വണ്ടിയുടെ ഓട്ടത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ നിന്റെ. ഞാനൊരിടത്തും ഒരു വീഴ്ചയും വരുത്തുന്നില്ലല്ലോ. പക്ഷെ അധികം താമസിക്കാതെ നീ വീഴും. എന്തിനു വേണ്ടിയിട്ടാ നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഞാൻ കഷ്ടപ്പെടുന്നൊന്നുമില്ല. കൂടുതൽ ജോലി ചെയ്യുന്നുണ്ട്. അത് പണത്തിന് ആവശ്യമുള്ളത് കൊണ്ടാ. ആഗ്രഹം അധികമാകുമ്പോഴാ പണത്തിന് ആവശ്യം കൂടുതൽ വരുന്നത്. ആട്ടെ, ഇതിന്റെ ജോലി തീർക്കും ആദ്യം, എന്നിട്ടാവും മറ്റു കാര്യങ്ങൾ. രാമോട്ടാ, നിങ്ങൾ എന്നും ഇത്ര നേരെ വൈകേണ്ട ആവശ്യമൊന്നുമില്ല. എന്തടാ? ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ രാവിലെ അല്പം ഉറങ്ങിക്കോ. ഗീത ചേച്ചി ഞാൻ കോളേജിൽ കൊണ്ടുവിടാം. ആ, ഗീത കോളേജ് വിട്ടു കഴിഞ്ഞിട്ട് നിനക്ക് കോളേജ് ഗേറ്റിൽ നിന്ന് വായ നോക്കാനല്ലടാ. ഞാൻ അങ്ങനെ ചക്കാത്തിനൊപ്പം വായി നോക്കുന്നുണ്ട്. രാമോട്ടിന് എന്താ ഒരു നഷ്ടം? വാചടിക്കാ, ജോലിയിടാ. മിസ്സാക്കിയില്ല നീ അത്. അടുത്ത അടിച്ചേരാന്ന്. പിടി, ഇത് പിടിച്ചോളൂ. ഉനക്ക് എയ്മേ കിടയാത്. ഇത് നീ മിസ്സാക്കില്ല.
ഒന്ന് ഒറ്റയ്ക്ക് വരുന്നുണ്ടോ? അവളുടെ തലയ്ക്ക് അടിച്ചു. പിടിക്കൂ 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 പിടിക്കൂ. അതിങ്ങ് എടുത്തോണ്ടാ. ഞാൻ പോയി എടുക്കണമോ? സാവി ധൈര്യമാ പൊങ്കോ. നല്ല ധൈര്യമായി എടുങ്കോ സ്വാമി. ഓറ് കാണിച്ച് എടുത്തോണ്ടോ സ്വാമി? എടുക്കാൻ എന്റെ പൊന്നു സ്വാമി. കളഞ്ഞല്ലോ. എന്താണ് ഇതിനാണോ അച്ഛനമ്മമാർ പണം ചെലവാക്കി നിങ്ങളെ കോളേജിലാക്കുന്നത്? ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പണം ചെലവാക്കുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിലേ നാളെ പോലെ സാറേലും തന്നെ എന്നാ മതി. എന്താ ജോലി ഇത്? ഇതൊക്കെ ശരിയാണ്? എടാ, നീ രഹസ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ പരസ്യമായിട്ട് ചെയ്യുന്നേ ഉള്ളൂ. നിന്റെ നായിക എവിടെ? ഗീതാ ശ്രീനി സിന്ദാബാദ്. എടാ സ്വാമി, നീ ഒന്നും മിണ്ടാതിരിക്ക്. വിളിയെടാ. ഗീതാ ശ്രീനി സിന്ദാബാദ്. ഗീതാ ശ്രീനി സിന്ദാബാദ്. രാമോട്ടാ, എന്താടാ? നമ്മുടെ തക്കടി മുണ്ടനോടെ എനിക്ക് വേണ്ടി റെക്കമെൻഡേഷൻ നടത്തണം. ആരടാ ഈ തക്കടിമുണ്ട്? നമ്മുടെ ഓണറെ. അയ്യോ, അയാള് കേക്കണ്ട. കേൾക്കാരെങ്കിലും പറയൂ എന്റെ രാമോട്ടാ. എനിക്ക് കുറച്ച് കാശ് അഡ്വാൻസ് തരാൻ പറയണം. എന്തിനാ? എനിക്ക് ഒരു ജീൻസ് പാന്റും ഒരു ഡിസ്കോ ഷർട്ടും കൊടുക്കണം. അത് കഴിഞ്ഞാമോ? കഴിഞ്ഞു. വിജയ്, വണ്ടി ട്രയൽ നോക്ക്. നീ റിപ്പയർ ചെയ്തോണ്ടെങ്കിൽ ഇവനെ ട്രയൽ നോക്കണേ. എനിക്ക് ടാക്സി എടുക്കാൻ സമയമായി. ഞാൻ ചോദിച്ചത് ആ കാശല്ലേ? പറയാം. നമ്മൾ രണ്ടുപേരും എപ്പോഴും ഇങ്ങനെ ഒന്നിച്ചു നടക്കുന്നത് ആരെങ്കിലും കണ്ടാൽ നമ്മൾ ലവേഴ്സ് ആണെന്ന് കരുതും. ഈ സീനിയറിന് ഇത്ര പേടിത്തൊണ്ടനായിരുന്നു. അതുകൊണ്ടല്ല ഗീത, കോളേജിൽ എല്ലാവരുടെ മുമ്പിലും ഞാൻ നല്ലവനായിട്ട് ജീവിച്ചിട്ടുള്ളൂ. നല്ലവനായാൽ പോരാ, ആണുങ്ങളായാൽ നട്ടല് കൂടി വേണം. എന്നെ സ്നേഹിക്കുന്നോണ്ട് ശ്രീനേട്ടൻ ചീത്തയായി പോയെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ. പ്രിൻസിപ്പൾ വിളിച്ച് ചോദിച്ചാലോ? നമ്മൾ മാരേജ് ചെയ്യാൻ പോവാണെന്ന് പറയണം. മോനെ, മോനെ, നീ എന്താ അത്ര കാര്യമായിട്ട് ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല, ഞാൻ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തതിനെ പറ്റി ആലോചിക്കായിരുന്നു. എപ്പോഴും ഇങ്ങനെ പഠിപ്പിനെ കുറിച്ച് തന്നെ ആലോചിച്ചോണ്ടിരുന്നാൽ എങ്ങനെയാ? ഇന്ന് ഇത്രയും മതി, പോയി റെസ്റ്റ് എടുക്കും മോനെ, അല്ലെങ്കിൽ ശരീരം ക്ഷീണിക്കും. Look here, don't treat him as a 5-year-old boy. ഈ പ്രായത്തിൽ ശരീരമൊക്കെ അല്പം ക്ഷീണിക്കണം. പഠിക്കാനുള്ളൂ, പഠിച്ചു തീർന്ന ശേഷം റെസ്റ്റ് എടുത്താൽ മതി. ഞാൻ എന്റെ കുഞ്ഞിനോട് വല്ലതും ഒന്ന് പറയാൻ തുടങ്ങിയാൽ മതി, ഉടനെ കയറി എന്തെങ്കിലും പറയും. അതിന്റെ കാരണം നീ പറഞ്ഞതിൽ തന്നെ ഉണ്ട്. എന്തോന്ന്? അവൻ ഇപ്പോൾ ഒരു കുഞ്ഞല്ല, ഈസ് എ ഗ്രോൺ അപ്പ് ബോയ്. അവന്റെ കാര്യം അവൻ തന്നെ നോക്കണം. എടാ, നീ ഇന്ന് ഗെയിംസിൽ പോയില്ലേ? പോയി. കളിച്ചോ? ഇല്ല, ഇന്ന് കളിക്കാൻ ചില പ്രോമിനന്റ് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഓ, പ്രോമിനന്റ് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ? അവരോട് മത്സരിക്കാൻ ഭയമാണ്. എടാ, മിടുക്കന്മാരോട് മത്സരിച്ച് വേണം സാമർത്ഥ്യം തെളിയിക്കാൻ. ഈ ഫുട്ബോളും വോളിബോളും ഒക്കെ കളിച്ചാൽ എന്റെ കുഞ്ഞിന്റെ കാലും കൈയും. ഈ സംസാരം മേലിൽ ആവർത്തിച്ചാൽ നിന്റെ കൈയും കാലും ഞാൻ ഓടിക്കും. ഇനി നീ അവന്റെ ഒരു പെൺകുട്ടിയായിട്ട് വളർത്താണോ ഉദ്ദേശിക്കുന്നത്? DSP മേനന്റെ മകനാണ് അവൻ. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ? യെസ് ഡാഡി. അവൻ ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏതിൽ? DSP മേനന്റെ മകനാണെന്നുള്ള കാര്യത്തിൽ. പിന്നെ നിനക്കുമല്ലോ. വേണ്ടാതെ വർത്താനം പറയരുത് കേട്ടോ. You silly old darling.
ഡാർലിംഗ് ഇതുവരെ ഉറങ്ങില്ലേ? ഇല്ല. ഭക്ഷണം കഴിച്ചോ? ഇല്ല. ഞാൻ സർവന്റിനോട് എല്ലാം പറഞ്ഞ് ഏർപ്പാടിക്കാണല്ലോ പോയത്. എന്നും അവളല്ലേ വിളമ്പിത്തരാറ്. ഇന്ന് ഭാര്യയുടെ കൈ കൊണ്ട് വിളമ്പി മകനും ഒത്തിരുന്ന് കഴിക്കണമെന്നൊരാശ തോന്നി. കാത്തിരുന്നു. ഐ എം എക്സ്ട്രീംലി സോറി ഡാർലിംഗ്. വിമൻസ് ക്ലബിന്റെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കഴിയുമ്പം 9 മണിയായി. ഇവിടെ കാത്തിരിക്കുന്ന അറിയാവുന്നതുകൊണ്ട് ഞാൻ ഉടനെ പുറപ്പെട്ടു. പക്ഷേ MG റോഡിൽ വെച്ച് നമ്മുടെ കാർ ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. ഓ താങ്ക് ഗോഡ്, നമ്മുടെ സബ് കളക്ടർ അരവിന്ദൻ ആ വഴി വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഓ ഹൗ നൈസ് ജെന്റിൽമാൻ ഹീസ്. ഷുവർ. അല്ലാതെ നിനക്കൊരു ലിഫ്റ്റ് തരുമായിരുന്നില്ലല്ലോ. What do you mean? നത്തിങ്. എല്ലാവരും നിങ്ങളെ പോലെയാണെന്ന് കരുതരുത്. ഒരല്പം മനുഷ്യത്വം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ പിക്കപ്പ് ചെയ്യാൻ ഡ്രൈവർ വരുമ്പം ക്ലബ് വരെ ഒന്ന് വരാമായിരുന്നില്ലേ? അവിടെയുള്ള എല്ലാ അവളുമാരുടെയും ഭർത്താക്കന്മാർ സ്വയം കാറോടിച്ച് വന്ന ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഡിസ്ട്രിക്ട് ജഡ്ജിയുടെ ഭാര്യയും ക്ലബ് പ്രസിഡന്റുമായ എനിക്ക് മാത്രം ആ ഭാഗ്യമില്ല. വല്ലാത്തൊരു ഭാഗ്യദോഷം തന്നെ. പരിഹസിക്കാൻ അറിയാലോ. വരുന്നെങ്കി വാ, ഭക്ഷണം കഴിക്കാം. ഇനി ഭാര്യയുടെ കൈകൊണ്ട് വിളമ്പി കിട്ടില്ല എന്നുള്ള പരാതി വേണ്ട. നിൽക്ക്. നമ്മുടെ മോനും കൂടി ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ. എത്തിക്കഴിഞ്ഞു. ഗുഡ് ഈവനിങ് ഡാഡി. ഗുഡ് ഈവനിങ് മമ്മി. നോ മൈ സൺ, നൗ ടൈം ഈസ് 12:40. സേ ഗുഡ് മോർണിംഗ്. ഓക്കെ, ഗുഡ് മോർണിംഗ്. ജോണി, യെസ് മമ്മി. ഇതുവരെ നീ എവിടെയായിരുന്നു? മമ്മി എവിടായിരുന്നു? അവിടെ. വിമൻസ് ക്ലബിലോ? അല്ല, ഈ കിളവികൾ കൂടുന്ന സ്ഥലത്ത് എനിക്ക് എന്ത് കാര്യം? ഐ വാസ് ഇൻ ദ ടൗൺ. നഗരപ്രാന്തത്തിൽ എവിടെയോ. വീട്ടിൽ വരാൻ ഇത്രയും വൈകണോ? മമ്മി എന്ത് വിട്ടിതരാ പറയുന്നത്? മമ്മി ആ സബ് കളക്ടറിന്റെ കൂടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോ അതിന്റെ തൊട്ട് പുറകെ ഉണ്ടായിരുന്നു. സത്യം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഭക്ഷണം കഴിക്കുന്നില്ലേ? വേണ്ട, വയറ് നിറഞ്ഞു. നിങ്ങൾ അവനെ ശാസിക്കാത്തോണ്ടാണ്. ശാസിക്കാനല്ല, സ്നേഹിക്കാനാണ് ഞാൻ അവനെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷെ നിന്റെ മുമ്പിൽ വെച്ച് അതിനുപോലും എനിക്ക് സാധ്യമല്ല. അലക്സ്, പ്ലീസ് ലീവ് മീ അലോൺ.